ഇനി നമുക്ക് ഗ്യാസും വേണ്ട വിറകും വേണ്ട. ഈ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായി ചിക്കൻ കറി തയ്യാറാക്കാം. ഗ്യാസിൽ ചെയ്യുമ്പോൾ ഈ ഫുൾ പാൻ ചൂടാവും. നമ്മളിപ്പോ ഈ നിൽക്കണ ഈ റൂം മൊത്തം ചൂടാവും. ഒരു മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാല് എല്ലാ കാര്യങ്ങളും നടക്കും. മൾട്ടിപർപ്പസ് ആണ്. കറി ആയിട്ടുണ്ട്. അതെ, ഈ കറി ആവണ പോയിന്റിൽ പോലും എവിടെയും അടി പിടിച്ചിട്ടില്ല. അതെ അതെ, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഭയങ്കര സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മള് ഡോക്ടർമാരുടെ പ്രത്യേകം നമുക്ക് അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. ഒരു ഫുഡ് മെഷീനറി ചെയ്യുന്ന കമ്പനിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് കേട്ടോ. എഫ് ജി റോഡ് എന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കല്ലേറ്റിങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സാറാസ് ടെക്നോളജി ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്താണ്? വിറകും അതേപോലെ തന്നെ ഗ്യാസും അല്ലേ. എന്നാൽ അതിന് പകരം നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെഷീനാണ് ഇപ്പൊ എന്റെ മുന്നിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സാറാസ് ടെക്നോയുടെ ഡയറക്ടർമാരിൽ ഒരാളായിട്ടുള്ള സിറിൽ മാത്യു ഇപ്പൊ കൂടെ ഉള്ളത്. സിറിൽ മാത്യു, എന്താണ് ഈ ഒരു മെഷീന്? ഇത് ബേസിക്കലി ഇപ്പൊ ഈ ഗ്യാസിന്റെ ഒരു പ്രതിസന്ധി വന്നപ്പോ നമ്മളിത് പ്രധാനമായിട്ട് ഫ്ലവർ മില്ലുകാർക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തൊരു എക്യുപ്മെന്റ് ആയിരുന്നു. അരിപ്പൊടി വറക്കാൻ, അവരോസ് പൊടി വറക്കാൻ, അതേപോലെ തന്നെ മസാലകൾ ചെയ്യാൻ, മസാലകൾ വറക്കാൻ. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത ഫ്ലവർ മിൽ മേഖലയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടി വറുത്തതിൽ നമുക്ക് മല്ലിയും മസാലയും വറക്കാം. അടിപിടുത്തമില്ലാത്ത കാരണം ഇത് സ്മെല്ല് ട്രാൻസ്ഫർ ചെയ്യില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രത്യേകത. അപ്പൊ ഈ റെസ്റ്റോറന്റുകാർക്ക് ഇപ്പൊ ഈ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇത് 2-3 റെസ്റ്റോറന്റുകാർ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഇന്ന് സോഴ്സ് ചെയ്ത് നോക്കി ഈ ഒരു എക്യുപ്മെന്റ്. അപ്പോഴാണ് നമുക്കും മനസ്സിലാവുന്നത് വളരെ മനോഹരമായിട്ട് ഇതിൽ കറികൾ ഉണ്ടാക്കാം. അതിൽ ആദ്യത്തെ ഗുണം വരുന്നത് ഇതിൽ അടി പിടിക്കാത്ത കാരണം ഗ്രേവികളൊന്നും ഇതിൽ അടിപിടിച്ച് പോകുന്നില്ല. അതായത് സാധാരണ ഗ്യാസിലും വിറകിലൊക്കെ ബേസ് പ്ലേറ്റില് നല്ല ഹീറ്റ് വരാണ്. അപ്പൊ ആ ഹീറ്റ് കാരണം ആ ബേസ് പ്ലേറ്റ് വീക്കായി പോകും. അവിടെ നമ്മള് പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിപിടുത്തം ഉണ്ടാവും. ഇതിൽ എന്താ വെച്ചാൽ ഇതിന്റെ പ്ലേറ്റിന്റെ അടിയിൽ ഒരു തെർമിക് ഫ്ലൂയിഡ് ഓയിലാണ്. അത് ചൂടാക്കിയിട്ട് ഈ ബേസ് പ്ലേറ്റ് മാത്രമേ ചൂടാവണുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സൈഡിലൊന്നും ചൂടുണ്ടാവില്ല. ഇവിടെ നമ്മൾ സൈഡിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ചൂടില്ല. ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിലാണ് സവാളയും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തയ്യാറായിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് പിന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ അധികം കുറവാണ്. ഗ്യാസിൽ ചെയ്യുമ്പോൾ ഈ ഫുൾ പാൻ ചൂടാവും. നമ്മളിപ്പോ ഈ നിൽക്കണ ഈ റൂം മൊത്തം ചൂടാവും. അത് കഴിഞ്ഞിട്ടാണ് മെറ്റീരിയലിലോട്ട് ചൂട് വരണേ. ഇതില് മെറ്റീരിയൽ മാത്രം ചൂടാവണുള്ളൂ. ഇപ്പൊ നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഗ്യാസിൽ ചെയ്യണേക്കാൾ ഒരു 5 മടങ്ങ് ചെലവ് കുറവുണ്ടാവും ഇതിൽ ചെയ്യുമ്പോൾ. ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് തയ്യാറാക്കാൻ പറ്റുന്നത്? കറികൾ മാത്രമല്ല, ഇതിലിപ്പോ പായസം ഉണ്ടാക്കുന്നുണ്ട്. ഇതില് നമ്മുടെ മസാലകൾ വറക്കുന്നുണ്ട്. അതേപോലെ ഇതില് ചക്ക വരട്ടുന്നുണ്ട്, പഴം വരട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രൈയിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിക്കിളിന് ഇതിന്റെ അകത്ത് തന്നെ ഗ്രേവി ഉണ്ടാക്കിയിട്ട് മാങ്ങയോ നാരങ്ങയോ അല്ലെങ്കിൽ ഇപ്പൊ ബീഫ് വറക്കണമെങ്കിൽ ചിക്കൻ വറക്കണമെങ്കിൽ ഇതിന്റെ അകത്ത് തന്നെ വറുത്തിട്ട് ഇതിൽ തന്നെ ബ്ലെൻഡിങ് നടത്താം. ഇത് മാത്രമല്ല, പിന്നെ നമ്മുടെ ഈ പഞ്ചസാര ലായനി ഉണ്ടാക്കാൻ ഇപ്പൊ ഭയങ്കരമായിട്ട് ഇത് കൊണ്ടുപോകുന്നുണ്ട്. ഹലുവ ഉണ്ടാക്കാനായിട്ട് കോഴിക്കോടൻ ഹലുവയല്ല, കോട്ടയം സൈഡ് ഒരു ഹലുവയുണ്ട് മൈദപാലൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നത്. അതിനു വേണ്ടി പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ തേങ്ങ പീര വറുത്ത് ഇപ്പോ ഗ്രേവി പേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് മലബാർ ഏരിയയിലൊക്കെ. അതിനുവേണ്ടി തേങ്ങ വറുത്ത് അരച്ച കറി പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. ഒരു മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാല് എല്ലാ കാര്യങ്ങളും നടക്കും. മൾട്ടിപർപ്പസ് ആണ്. പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് നമുക്ക് ഏറ്റവും കാര്യമായിട്ട് തന്നെ പറയാനുള്ളത്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഭയങ്കര സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മള് ഡോക്ടർമാരുടെ പ്രത്യേകം നമുക്ക് അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഈ ഒരു മെഷീൻ. ഈ ഒരു ഭാഗത്തേക്ക് അധികമായി ചൂടടിക്കുന്നത് നല്ലതല്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഈ ഒരു ഭാഗത്ത് ഈ ചൂടില്ലാത്തതിന്റെ പേരിൽ തന്നെ ഞങ്ങൾക്ക് ഡോക്ടർമാരുടെ അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള. അത് മാത്രമല്ല, നമ്മൾ അടുത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഈ ഭാഗം ചിന്തിക്കേണ്ട പിന്നെ അല്ലെ, ഇവിടെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. റെസ്റ്റോറന്റുകളിൽ എന്ന് വെച്ചാൽ വിറകൊന്നും അവരുടെ ഉള്ളിലേക്ക് കയറ്റാൻ പാടില്ല. ചില ഭാഗങ്ങളിൽ റെസ്റ്റോറന്റിൽ പാടില്ല. അവിടെയൊക്കെ ഇത് ആപ്റ്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് തന്നെയാണ്. ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ മുളക് പൊടി, മല്ലിപ്പൊടി, കാര്യങ്ങൾ, മസാലകൾ ചേർക്കുന്ന ഒരു ഏരിയ ആണ്. പൊതുവെ ഈ ഭാഗത്താണ് അടിപിടുത്തം കൂടുതൽ വരണേ. ഇപ്പൊ പിക്കിളുകാരൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് അവർക്ക് കുറെ മുളക് പൊടി ഇടേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ ആ ഒരു ഇഷ്യൂ, അടിപിടുത്തം എന്നുള്ള ഇഷ്യൂ ഇവിടെ കാണാൻ പറ്റില്ല. നമുക്ക് 1 മണിക്കൂർ ഇത് ഉപയോഗിക്കാൻ വേണ്ടിട്ട് എത്ര യൂണിറ്റ് കറണ്ട് ആവശ്യം? കറണ്ടിനെ പറ്റിയ ഒരു ബേസ് പറയുകയാണെങ്കിൽ 1 മണിക്കൂർ 1 കിലോവാട്ട് ഓടാണെങ്കിൽ 1 യൂണിറ്റ് കറണ്ട് ആണ്. അപ്പൊ നമ്മുടെ ഇപ്പൊ ഈ മിഷൻ വന്നിട്ടുള്ളത് ഇത് ഒരു 50 കിലോ കപ്പാസിറ്റി ആണ് അരിപ്പൊടിയുടെ കാര്യത്തില്. അപ്പൊ അതിന് വെച്ചിട്ടുള്ളത് 8 കിലോവാട്ട് ആണ്. അപ്പൊ ഈ മിഷൻ 1 മണിക്കൂർ ഉപയോഗിക്കാൻ നമുക്ക് 8 യൂണിറ്റ് കറണ്ട് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ടെസ്റ്റിമോണിയൽസ് ഉണ്ട്. സാറാസ് ടെക്നോ എന്ന് പറഞ്ഞ് നിങ്ങൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് യൂട്യൂബിലായാലും സാറാസ് ടെക്നോ നോക്കുകയാണെങ്കിൽ ഇതിൽ ടെസ്റ്റിമോണിയൽസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ പായസം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിപ്പോ പിക്കിള് വെക്കുന്നതാണ്. ഇത് തേങ്ങ മസാല വറക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടെസ്റ്റിമോണിയൽസ് മൊത്തം നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാം. ഇത് പഴം വരട്ടുന്നതാണ്. ഇതൊക്കെ ഓരോ കസ്റ്റമേഴ്സിന്റെ ടെസ്റ്റിമോണിയൽസ് ആണ്. അതെ, ഇതിപ്പോ അവലോസ് പൊടി വറക്കുന്നതാണ്. ഇത് ഒരു ഫ്ലവർ മില്ലുകാരനാണ്.
ഇത് പിക്കിൾ ഉണ്ടാക്കണതാണ്. അതുപോലത്തെ എല്ലാ ടെസ്റ്റിമോണിയൽസും നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാവുന്നതാണ്. ഇതിപ്പോ നിങ്ങൾ കാണുന്നത് ഒരു 10 കിലോ ചിക്കൻ ആണ് നമ്മളിപ്പോ ഇതിൽ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതില് മാക്സിമം നമുക്ക് ഒരു 30-35 കിലോ വരെ നമുക്ക് ചെയ്യാം. കാരണം ഈ ഒരു ലെവൽ വരെ എത്തിയിട്ടുള്ളൂ. 30 kgs വരെ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ബാച്ച് ആയിട്ട് ചെയ്യണമെങ്കിൽ അത് നല്ലതാണ്. ഇതിന്റെ ഇടയിൽ നിങ്ങൾ ഒരു ട്രെയിനിങ് സെന്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറാസ് ടെക്നോളജി. അതെ, ഇത് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഭാഗം എന്ന് വരുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എടുത്തേക്കുന്ന ഒരു യൂണിറ്റ് ആണിത്. നമ്മളിവിടെ ഓൾറെഡി നമ്മളിവിടെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ടെസ്റ്റിമോണിയൽസ് ആണ് ഇതെല്ലാം. നമ്മുടെ തന്നെ പ്രിമൈസസിൽ വെച്ചിട്ട് എല്ലാവർക്കും ഒരു 1 day ട്രെയിനിങ് നമ്മൾ അതിന്റെ കറണ്ടിനെ പറ്റി, പൊല്യൂഷനെ പറ്റി, പ്രോസസിങ്ങിനെ പറ്റി, പുതിയ ടെക്നോളജികളെ പറ്റിയൊക്കെ എല്ലാം പറഞ്ഞ് അവിടെ തന്നെ നമ്മൾ ഒരു മസാല പഠിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അവരുടെ ആവശ്യപ്രകാരം നമ്മളിപ്പോ ഒരു 1 day ട്രെയിനിങ്, അതായത് അതിനുശേഷം ഒരു ഓൺലൈൻ സപ്പോർട്ട് കൊടുക്കുക. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരു ഫുഡ് ടെക്നോളജിസ്റ്റ് നമ്മൾ ഹയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നാൽ ഒരു ദിവസം കൊണ്ട് മസാലകൾ പഠിക്കാനും അതേപോലെ തന്നെ റൈസ് പൗഡറിനെ പറ്റി പഠിക്കാൻ, ഇഡ്ലി ദോശ പാറ്ററിനെ പറ്റി പഠിക്കാനായിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു സിസ്റ്റം ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് വളരെ എക്കണോമിക്കലായിട്ട് ആൾക്കാർക്ക് പഠിക്കുക. ആദ്യം ഇത് മസാലകളെ പറ്റി അറിഞ്ഞിരിക്കുക, റൈസ് പൗഡറെ പറ്റി അറിഞ്ഞിരിക്കുക. അതിനുശേഷം ഇങ്ങനത്തെ എക്യുപ്മെന്റ്സിലോട്ട് വരുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അതായത് ഒരു മെഷീൻ വാങ്ങിക്കുന്നതിന് മുന്നേ ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏതൊക്കെ മെഷീൻ കൃത്യമായിട്ട് വാങ്ങിക്കണം, അതെ, എങ്ങനെ ഒരു മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാം, അതെ, ഇതൊക്കെയാണ് നിങ്ങളോട് ട്രെയിനിങ് ആയിട്ട് കൊടുക്കുന്നത്. ഇവരിപ്പോ ഇവർ വന്ന് പോയ ശേഷവും ഒരു 4 മാസത്തേക്ക് ഒരു ഓൺലൈൻ സപ്പോർട്ടും കൂടി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണാം, ഇത് കറി ആയിട്ടുണ്ട്. അതെ, ഈ കറി ആവണ പോയിന്റിൽ പോലും എവിടെയും അടി പിടിച്ചിട്ടില്ല. അതെ അതെ, ഒരു സ്ഥലത്തും നമുക്കൊരു ബ്ലാക്ക് ആയിട്ടുള്ള കളർ ഒന്നും വ്യത്യാസം കാണാനില്ലല്ലേ? അതെ, ഇത് ക്ലീനിങ്ങിനും എളുപ്പമാണ്. അതേപോലെ നമുക്ക് മെറ്റീരിയൽ ലോസേജ് ഇതിൽ കുറവാണ്. നമ്മളിപ്പോ ഇത് കറി ആയി കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുന്നത്, ഇതിന് 2 രീതിയുണ്ട്. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ ഈ സ്റ്റെറർ ഈ ഒരു ഭാഗം ഇത് എടുക്കാൻ പറ്റുന്നതാണ്. ഇതിൽ മാറ്റി കഴിഞ്ഞാൽ കറികൾ സെൻട്രലോടെ വരും, താഴേക്ക് എടുക്കാം. അതെ, ഇതിപ്പോ ക്വാണ്ടിറ്റി കുറവാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ഫുൾ സ്ട്രക്ചർ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഈ സ്റ്റെറർ അടക്കം മേലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാനുവലി തന്നെ നമുക്ക് ഇത് എടുക്കാൻ പറ്റും. നമുക്ക് കോരി എടുക്കാൻ പറ്റും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സാറാസിന്റെ തന്നെ ഒരു വലിയ ഒരു റോസ്റ്റർ ആണ്. എന്റെ കൂടെ ഉള്ളത് അഗ്നൽ ആന്റണി ആണ്. എന്താണ് ഇതിന്റെ വിശേഷങ്ങൾ? നമ്മളിപ്പോ കണ്ടത് നമ്മുടെ ചെറിയ റോസ്റ്റർ ആണ്. നമ്മളിപ്പോ അതിന്റെ തന്നെ 300 kg കപ്പാസിറ്റി ഉള്ള ഞങ്ങളുടെ ഇലക്ട്രിക് റോസ്റ്റർ ആണ് കാണുന്നത്. അത് വിട്ടിട്ട് ഇതിൽ എന്തോ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമ്മൾ 20 കിലോവാട്ട് ആണ് ഈ ഒരു സിസ്റ്റം റൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൽ പുട്ടുപൊടി അല്ലെങ്കിൽ അരിപ്പൊടി ഒക്കെ വറക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരത്തിയിട്ട് വറക്കാനായിട്ട് നമുക്ക് സാധിക്കും. യൂഷ്വലി ഇതിന്റെ ഹൈറ്റ് കൂട്ടിയിട്ട് വറക്കുമ്പോൾ നമുക്ക് വേണ്ട രീതിയിലുള്ള വറവ്, പ്രോപ്പർ ആയിട്ടുള്ള മറച്ചൽ കിട്ടാണ്ട് വരുമ്പോൾ കിട്ടില്ല. നമുക്ക് സർഫേസ് ഏരിയ കൂടുമ്പോൾ നല്ലോണം ഇളകി മറയാനുള്ള ഒരു അവസ്ഥ ഈ വെസല് നമുക്ക് സാധ്യമാക്കും. അതുപോലെ ഗ്രേവി പ്രിപ്പറേഷൻ കാര്യങ്ങൾക്ക്, റിട്രോട്ടൊക്കെ ചെയ്യണ വലിയ കമ്പനികൾക്ക് ഗ്രേവി കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഗ്യാസിനെയോ അല്ലെങ്കിൽ വിറകിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാണ്ട് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കൊടുത്തിട്ട് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും അതുപോലെ ഉള്ളി വാട്ടിയെടുക്കല് അങ്ങനത്തെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ എക്യുപ്മെന്റ് വളരെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇങ്ങനെ ഒരു റോസ്റ്റർ അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേറ്റർ ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോയിലർ അത്യാവശ്യമാണ്. ബോയിലർ ഇല്ലാണ്ട് കറണ്ടിൽ ഓടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു സിസ്റ്റം ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് കേട്ടോ. അതെ, ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ചൂടോ പുകയോ ഒരു ബോയിലറെ ഓപ്പറേറ്ററിന്റെ ആവശ്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വന്നിട്ട് 20 കിലോവാട്ട് ആണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 25 HP ഒരു ആൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് യാതൊരുവിധ പുകയോ കാര്യങ്ങളോ മറ്റ് സർട്ടിഫിക്കേഷനോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു സിസ്റ്റം റൺ ചെയ്യാൻ സാധിക്കും. ഇതിൽ നമ്മളിവിടെ ടെമ്പറേച്ചർ കൺട്രോളർ കൊടുത്തിട്ടുണ്ട്. 180 ഡിഗ്രി വരെ നിങ്ങൾക്ക് ഇതില് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് റൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് അതിന്റെ ഹീറ്റർ കോയിലുകളുടെ ഓപ്പറേഷൻ ഓൺ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ ഇതിനൊരു സർക്കുലേഷൻ പമ്പ് ഉണ്ട്, അത് ഓൺ ചെയ്യാനായിട്ടുള്ള മോട്ടോർ ഓൺ ആണ്. ഇത് അതുപോലെ തന്നെ അതിന്റെ ഇൻഡിക്കേഷൻ ലാമ്പുകളാണ്, അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണ്ടോ എന്ന് കാണിക്കാനായിട്ട്. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യണതിന്റെ ഗുണം നമ്മുടെ പൊടിയുടെ കളർ മാറാണ്ട് ഏതൊരു വലിയ ബ്രാൻഡിന്റെ പോലെ തന്നെ ഹൈ ക്വാളിറ്റിയിൽ വെളുത്ത റൈസ് പൗഡർ ആയാലും പുട്ടുപൊടി ആയാലും നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കും. ഇത് നമ്മുടെ കമ്പനിയുടെ അകത്ത് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി ഷൂട്ട് ചെയ്തേക്കുന്നതാണ്. റോസ്റ്റിംഗ് കഴിഞ്ഞിട്ട് റൈസ് പൗഡർ റിലീസ് ചെയ്യണ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. തെർമിക് ഫ്ലൂയിഡ് ബേസ്ഡ് ഇലക്ട്രിക്കൽ സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യണോണ്ടാണ് നമുക്ക് 45 മിനിറ്റ്സ് കൊണ്ട് ഈ റൈസ് പൗഡർ ഇത്ര എഫിഷ്യന്റ് ആയിട്ട് എനർജി ഡ്രോപ്പ് ഒന്നും ഇല്ലാണ്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ സാധിച്ചത്. അതായത് 150 കിലോ വെറും 45 മിനിറ്റ് മതി റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. നമ്മുടെ ഈ സ്റ്റീം ബോയിലർ ഉണ്ടല്ലോ,
അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം എന്താണ് വരുന്നത്? നമുക്ക് ഏറ്റവും വലിയ വ്യത്യാസം സ്റ്റീം ബോയിലറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനർജി ഡ്രോപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു വ്യത്യാസം. വളരെ ലെങ്ത്തിലേക്ക് നമ്മൾ സ്റ്റീം വിടുമ്പോൾ ഈ സ്റ്റീം കണ്ടൻസ് ചെയ്ത് വെള്ളമാവും. അപ്പൊ ടെമ്പറേച്ചറിൽ ഡ്രോപ്പ് ഉണ്ടാവും. ഇത് ഓയിലിനെ ചൂടാക്കി നമ്മൾ വിടുന്നതുകൊണ്ട് യാതൊരുവിധ ടെമ്പറേച്ചർ ഡ്രോപ്പും ഇതിന് സംഭവിക്കില്ല. വേറൊരു അഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് ഒരു ബോയിലർ ഓപ്പറേറ്ററെ വെക്കേണ്ട ആവശ്യം ഈ സിസ്റ്റം വരുമ്പോൾ ഉണ്ടാവുന്നില്ല. ഒരു ബോയിലർ ഓപ്പറേറ്ററിന് ഏറ്റവും ചുരുങ്ങിയത് വന്ന് 25,000 രൂപ പെർ മന്ത് അയാളുടെ ലൈസൻസിന് വേണ്ടി നമ്മൾ സാലറി കൊടുക്കണം. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കിടക്കുന്നത് ഇതിൽ നിങ്ങൾ 1 കിലോ പൊടി വറക്കാനായിട്ട് നിങ്ങൾക്ക് 1.5 രൂപയാണ് ചെലവ് വരുള്ളൂ. ചോദിക്കാൻ പോവായിരുന്നു, എത്ര യൂണിറ്റ് കറണ്ട് ആവശ്യം വരുന്നുണ്ട്? 20 യൂണിറ്റ് കറണ്ടാണ് നിങ്ങൾക്ക് 1 മണിക്കൂർ നേരത്തേക്ക് ആവശ്യം വരുന്നത്. നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് 300 kg റൈസ് പൗഡർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റോസ്റ്റ് ചെയ്ത് പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. അതുവഴിയാണ് 1.5 രൂപ 1 കിലോന് കോസ്റ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇത് നമ്മുടെ ഒരു ഡബിൾ ഡോർ സ്റ്റീമർ ആണ്. സ്റ്റീമേഴ്സ് നിങ്ങൾ പുട്ടുപൊടി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ ഈ ഇത് ഇലക്ട്രിക്കലിന്റെ സ്റ്റീമർ ആണ്, പ്രധാനമായിട്ട് അതാ പറയാനുള്ളത്. നിങ്ങൾ നോക്കണെങ്കിൽ അതിന്റെ ഉള്ളിൽ ഹീറ്റർ കോയിൽസ് ആയിരിക്കും. അപ്പൊ ഇപ്പൊ ഈ ഇഡ്ഡലി ഉണ്ടാക്കാൻ, വട്ടയപ്പം ഉണ്ടാക്കാൻ, അരി കുക്ക് ചെയ്യാൻ, ബിരിയാണി ഉണ്ടാക്കാൻ, അതിനൊക്കെ ഈ എക്യുപ്മെന്റ് നമ്മൾ ഭയങ്കരമായിട്ട് ഇപ്പൊ യൂസേജ് വരുന്നുണ്ട്. ഇതും റെസ്റ്റോറന്റുകാർക്ക് ഉപയോഗമുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. ഡബിൾ ഡോർ സ്റ്റീമർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് സെപ്പറേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺ ആക്കാം. ഇപ്പൊ കോഴിക്കോട്ടെ ഇലയട, കിണ്ണത്തപ്പം ആ കാര്യങ്ങളൊക്കെയാണ് ചെയ്യണമെങ്കിൽ ഈ സൈഡിൽ ചെയ്യാം. ഇഡ്ഡലി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഈ ഒരു സൈഡ് ഉപയോഗിക്കാം. ഇപ്പുറത്തെ മെയിൻ റൈസ് ഐറ്റംസ് സ്റ്റീം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. രണ്ടും പാരലി വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു സൈഡ് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. സ്റ്റീം പുട്ടുപൊടിക്ക് നമ്മൾ ബോയിലർ ഒന്നും ഇല്ലാണ്ട് സ്റ്റീം ചെയ്യുന്നത് ഈ ഒരു ഫോർമാറ്റിലാ. അതേപോലെ ഇത് ഒരു 9 കിലോ വാട്ടാണ് വരുന്നത്. രണ്ടും കൂടി ആകുമ്പോൾ ഒരു 18 കിലോ വാട്ട് വരും. ഇത്രയാണ് ഇലക്ട്രിക് റോസ്റ്ററിന്റെ വിശേഷങ്ങൾ. നിങ്ങൾ നോക്കിയേ, എത്ര സിമ്പിൾ ആയിട്ടാണ് ഒരു ചിക്കൻ കറി നമ്മുടെ മുന്നിലേക്ക്, അതും ചെറിയ സമയം കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതേപോലത്തെ എക്യുപ്മെന്റ്സ്, മെഷീനറീസ് വെച്ചിട്ട് നിങ്ങളൊരു സംരംഭം തുടങ്ങുന്നുണ്ടെങ്കിൽ അതിനുള്ള സപ്പോർട്ട്, എങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാം, അല്ലാതെ എങ്ങനെ നമുക്ക് ഈ ഒരു മെഷീനൊക്കെ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും, അങ്ങനെയുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ സാറാസ് ടെക്നോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ കൂടുതലായിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാം, തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാം, നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.